എല്ലാവർക്കും നമസ്കാരം. അപ്പം തിരുവോണമൊക്കെ ഇങ്ങനെ അടുത്ത് വരികയാണ്. മഴയൊക്കെ കുറഞ്ഞത് നല്ല വെയിലായി അല്ലേ താമിക്കുട്ടി? അത്തപ്പൂവൊക്കെ ഇടണ്ടേ? ആ, അപ്പം എല്ലാ ദിവസവും രാവിലെ നമുക്ക് അത്തപ്പൂ ഇടണം. ഇന്നത്തെ പോലെ ഇന്നും രാവിലെ കുളിച്ച് റെഡി ആവണം. ആ, പറഞ്ഞാൽ മതി പൂടണ്ടേ, ചാടി എഴുന്നേൽക്കും. അതെ, താമിക്ക് ആ എനർജി ഉള്ളു രാവിലെ പൂ ഇടാനുള്ള അല്ലേ. അപ്പോൾ ചേട്ടായും രാശും പൊന്നിക്കുട്ടിയൊക്കെ മിക്കവാറും ഓണം കഴിഞ്ഞേ വരാൻ ചാൻസ് ഉള്ളൂ. നമുക്കിവിടെ ചെറിയ ഓണാഘോഷങ്ങളൊക്കെ നടത്താം ഇടയ്ക്കല്ലേ. ഇന്ന് ഇടയ്ക്കല്ലേ എല്ലാവരും ഓണസദ്യ കഴിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കല്ലേ. അപ്പോൾ ഓണസദ്യക്കുള്ള നമുക്കൊരു കൂട്ടുകറി ഇന്ന് റെഡിയാക്കിയല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കൂട്ടുകറി. ഒത്തിരി നാളായിരുന്നു കൂട്ടുകറി ഉണ്ടാക്കിയിട്ട്. ആ, കളി മാറും കേട്ടോ. ഞങ്ങള് പായസം അടുത്ത ദിവസം ഉണ്ടാക്കി തരാവേ കേട്ടോ. എല്ലാവർക്കും സ്വാഗതം. പുത്തേട്ട് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയല്ല പാചകം ചെയ്യുന്ന. ആണോ? ഇവിടെ അല്ലേ? എന്നാ പോവാം അടുക്കളയിലോട്ട്. കൊച്ചിന് അത്ര ബോധമുണ്ട്. ഒരാളെ അടുക്കളയിലോട്ട് ഞങ്ങളെ പണി ചെയ്യാൻ വിളിച്ചിട്ട് അയാളുടെ പണിക്ക് പോയി, കളിക്കാൻ പോയി. അതെ. അപ്പോൾ നമ്മുടെ അച്ചമ്മ ഇവിടെ ഇല്ല. അത്തച്ചമ്മയും കൂടാൻ പോയിട്ട് 2 ദിവസമായി. എറണാകുളത്തിന് പോയതാ. അത്തച്ചമ്മ ഇതുവരെ കൂടി കഴിഞ്ഞില്ല. അതെ, കഴിഞ്ഞ വർഷം പോയായിരുന്നു. ഞാൻ ഇതുവരെ കൂടിയിട്ടില്ല കേട്ടോ. ഞാനും അങ്ങനെ അവിടെയാണെന്ന് പറഞ്ഞാലും കൂടാറില്ല. തിരക്കാന്ന് പറഞ്ഞ അച്ഛൻ വിടാറില്ല. ആ, കൊള്ളാം. പണ്ട് നമ്മള് കോട്ടയത്തിന് പോയപ്പോൾ പ്രാവശ്യം കണ്ടതാ. ശരിയായിരുന്നു, കണ്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർഷവും ഒന്നും പോകാറില്ല. പക്ഷെ എറണാകുളത്തെ അത്തച്ചമ്മയും ഞാൻ കൂടിയിട്ടില്ല ഇതുവരെ. അപ്പോഴാദ്യം നമുക്ക് കൂട്ടുകറിക്ക് വേണ്ട പച്ചക്കറി എല്ലാം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. 2 വാഴയ്ക്ക, പിന്നെ ഇച്ചിരി മത്തങ്ങ, ഇച്ചിരി കുമ്പളങ്ങ, ഇച്ചിരി വെള്ളരിക്ക, 1 ക്യാരറ്റ്, ചേന, പിന്നെ കടല, കുതിർത്തിയ കടല. അതെ അതെ, ആ കടല കുതിർത്തിയിട്ട് അതിന്റെ കഥ പറയാം. ഇന്നലെ ഞങ്ങൾ കൂട്ടുകറി ഉണ്ടാക്കാന്ന് പറഞ്ഞ് കടല കുതിർത്തിയിട്ടായിരുന്നു. അതെ. അപ്പൊ ഇന്നലെ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഇന്നുണ്ടാക്കി. ഇച്ചിരി മുള വന്നു, ശകലം. അതുകൊണ്ട് എന്ത് ചെയ്തു, കടല എവിടെ നിന്ന് ഇച്ചിരി മുളച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ മത്തങ്ങയുടെയും ചേനയുടെയും കുമ്പളങ്ങയുടെയും വെള്ളരിക്കയുടെയും ഒക്കെ തൊലിയെല്ലാം കളഞ്ഞു നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നരിഞ്ഞെടുക്കാം. അതെ, കുറച്ചേ ഉള്ളൂ എല്ലാം കേട്ടോ. നമ്മൾ ഒത്തിരി പേരില്ലല്ലോ കഴിക്കാൻ. അല്ല, ഇതൊക്കെ നമുക്കാണ് കൂടുതൽ ഇഷ്ടം. അതെ, ചേനയൊക്കെ വെട്ടിക്കണ്ടിച്ചിടുന്നവരിടുന്ന പെട്ടെന്ന് കറക്റ്റായിട്ട് സൈസിന് വരണം. ഒരു ടേപ്പ് എടുത്തോണ്ട് വരാമോ? സ്കെയിലും എടുക്കായിരുന്നല്ലേ? അതെ, സ്കെയിലും ഉണ്ടായിരുന്നു ഞാൻ അളക്കാൻ. ചേന സാധാരണ അച്ചമ്മയും അമ്മച്ചിയൊക്കെ ഉള്ളപ്പോൾ അവരാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യാറില്ല. ചെയ്തെടുത്തിട്ട് തന്നെ ചൊറിയാൻ തുടങ്ങി. എനിക്ക് കഴിഞ്ഞിട്ടായിരിക്കും. ഒരാളെ പല്ല് പറിക്കാനുള്ള ശ്രമത്തിലാണ്. പല്ലിരുന്ന് ആടാൻ തുടങ്ങി. പറിച്ചോ? കുറച്ച് നേരമായി ഒരു തോർത്തും എടുത്ത് പിടിച്ച് നടപ്പ് തുടങ്ങിയിട്ട്. ചേച്ചിയാ പല്ല് പറിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു നല്ലപോലെ ആട്ടി ഇളക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഇന്നലെ തൊട്ട്. ആ, അതെ, നേരത്തെ ഇന്നലെ തൊട്ട് എന്നോട് പറഞ്ഞു പല്ല് ഇളകുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു നല്ലപോലെ ഇളക്കിക്കോളാൻ പറഞ്ഞു. അല്ലേ പറിക്കുമ്പോൾ വേദന എടുക്കും. അണപ്പല്ലേ? പല്ലൊക്കെ പോയി തുടങ്ങി, ഒന്നും തിരിച്ചു വരില്ല കേട്ടോ. പല്ല് പറിക്കാൻ പോണോ? പല്ല് പറി. ഇത് ഇച്ചിരി കൂടെ ഇളകാനുണ്ട് കുഞ്ഞിക്കിളി. കുഴപ്പമില്ല, നന്നായിട്ട് പറിച്ചോ. നാളെ ഐസ്ക്രീം കഴിക്കാനുള്ളതാണ്, അതുകൊണ്ട് ഇന്ന് പറിക്കാൻ പറഞ്ഞു. ഇച്ചിരി വേദന എടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഇത് നല്ലപോലെ ഇളകണം. ഇത്തിരി കൂടെ ഇളകാനുണ്ട്. പല്ല് മാത്രം ഇളകിയപ്പോൾ ഇത്തിരി കൂടെ ഇളക്കി പറിച്ചോ. പറിക്കാൻ പോണോ? ഒരാൾ ആക്റ്റീവായിട്ട് ഇളക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. സമ്മതിക്കാൻ ഇന്ന് തന്നെ പറിച്ചിട്ടേ ഉള്ളെന്നാ. എങ്ങനെയുണ്ട്? പിന്നെ ഇനിയേ നല്ലപോലെ ഒന്ന് അവിടെ തിരുമണം. തിരുമി ആ ചോരയൊക്കെ കളയണം കേട്ടോ. വാഷ് ബേസിൻ്റെ അവിടെ പോയി കുറേ നേരം തിരുമിക്കോളെ. അതെ, വേനണ്ടോ? ഏയ്, സ്ഥിരമായിരുന്നു ഇപ്പം. ഞാനോർത്ത് ഇന്ന് പറിക്കത്തില്ലേ, വൈകുന്നേരം ഒക്കെ ആകുമ്പത്തേനെ ഇളക്കിക്കൊണ്ട് വരുള്ളൂ ഓർത്ത്. എന്ത് പെട്ടെന്ന് ഇളക്കി. നാളെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, നാളെ സ്കൂളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതെ, ചെല്ലിയല്ലേ. സൂക്ഷിച്ചു വെക്കണോ? നമ്മൾ മേഘാലയ്ക്ക് പോയപ്പോൾ കുറച്ച് പല്ലെന്തി സൂക്ഷിച്ചു വെച്ചോ? മേളിയിരിപ്പുണ്ട്. അതിപ്പോഴും കയ്യിലിരിപ്പുണ്ടാവല്ലേ? കളഞ്ഞിട്ടില്ലല്ലേ? മറ്റേ സിനിമയ്ക്കകത്ത് ഉർവശി സൂക്ഷിച്ചു വെച്ചേക്കുന്ന പോലെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ. അന്ന് ചുമ്മാ പറഞ്ഞ മേഘാലയ വെച്ച് പറിച്ച പല്ലല്ലേ എടുത്ത് വെച്ചോളാം. അതെ, സിക്കിം വെച്ച്. ആ, എന്നാൽ പിന്നെ ഇതും കൊണ്ട് കഴുകി തരാം. അപ്പോൾ നമ്മളത് കൂട്ടുകറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചേന എടുത്തു, മത്തങ്ങ എടുത്തു, ഇത് കടല കുതിർത്തത്, പിന്നെ ഇത് വാഴയ്ക്കായ, കുറച്ച് ഗ്രീൻ പീസ്, തേങ്ങ, 2 പച്ചമുളക്, വെള്ളരിക്ക, കുമ്പളങ്ങ, ക്യാരറ്റ്,
ഇത് കുറച്ച് ജീരകം, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വറ്റൽമുളക്. നമുക്ക് കുക്കറിനകത്ത് വെച്ചാലോ അതാകുമ്പോൾ എളുപ്പമുണ്ട്. എന്തായാലും കടല കുക്കറിനകത്ത് വെക്കണം. അപ്പൊ എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക. അതെ, എന്നാൽ പിന്നെ ആദ്യമേ കടല ഇട്ടേക്കാം. അല്ലെ ഇനിയും വെച്ചോണ്ടിരുന്ന കടല ബാക്കിയും കൂടെ കിളുത്തു. അപ്പം കടല ഇട്ടു, ചേന ഇട്ടു, മത്തങ്ങയൊക്കെ പിന്നെ പെട്ടെന്ന് വേവും. ഇടണ്ടേ? ഇടണം. ആ, കുമ്പളങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്. ഇത് കൊള്ളുമോ? ഇപ്പം ചെറിയ കുക്കറാണ് എടുത്തേ. അത് മതി. എല്ലാം കൂടെ കാണുമ്പോൾ ഒരു കളർഫുൾ അല്ലേ? ആ, നല്ല രസം. ഇത് ഓക്കെ, ഇനി ഇത്തിരി വെള്ളവും കൂടെ ഒഴിക്കാം. ഉപ്പുണ്ടേ? അല്ല, ഉപ്പ് വേണ്ടേ? വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പ് കൊണ്ട് നമ്മുടെ ഈ മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇടണം. അപ്പോൾ അത് ഇതുകൂടെ ഇട്ടേക്കാം. ഇതൊക്കെ വേവണേ ഇത്തിരി വെള്ളവും കൂടെ വേണ്ടേ? അതൊന്നും ഇപ്പം ഇടണ്ട, ഞങ്ങൾ ആവശ്യത്തിനുള്ള എല്ലാം ഇട്ടു. ഇവിടെ പോയേക്കുമായിരുന്നു ഇത്ര നേരം. മുടിയൊക്കെ അഴിച്ച് കളഞ്ഞോ? ഇത് കളിക്കാൻ പോയ കോല ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ അഴിഞ്ഞു പോയതൊക്കെ. അപ്പോൾ ഉപ്പുമൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചേക്കാം. 1 കപ്പ് വെള്ളം വേണോ? ഇത് ചെറിയ കപ്പല്ലേ, അടി പിടിക്കാതിരിക്കാൻ വേവുകയും ചെയ്യണം. പച്ചക്കറി ഇച്ചിരി വെള്ളം ഇറങ്ങൂലോ? അതെ. ആ, ഉറങ്ങുമല്ല, ഇറങ്ങും. കുക്കറപ്പം അടുപ്പേ കയറി വിസിലും വരാറായി. അതെ. അപ്പോഴേ അതിനുള്ള കുറച്ച് അരച്ചെടുക്കാം. കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും. ഇതിന് പറഞ്ഞ തേങ്ങ എമ്പിടി വേണം ഈ കൂട്ടുകറിക്ക്. എനിക്ക് കൂട്ടുകറി വലിയ താല്പര്യമുള്ള സംഭവം അല്ല. കൂട്ടുകറി കൂട്ടിയിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ സദ്യക്കൊക്കെ അല്ലാണ്ട് കഴിക്കുന്നതല്ലേ? അല്ല, അതല്ല, ഇത് വേറെ. താനിവിടെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നതല്ലേ പറഞ്ഞേ? ആ, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും, കടലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് ജീരകത്തിന് ചുവ ഇഷ്ടമാണോ? ഒത്തിരി വേണ്ട. അല്ല, അപ്പോൾ കുറച്ച് മതി. അപ്പോൾ ജീരകവും തേങ്ങയും 2 പച്ചമുളകും ഇട്ടു. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഈ കൂട്ടുകറി ഉണ്ടാക്കുന്ന സമയത്ത് വല്ല അവിയലോ സാമ്പാറോ പാൽപ്പായസമോ ഇത് ഓണത്തിന് നമുക്ക് ഉണ്ടാക്കാമല്ലോ. ചുമ്മാ ഓണത്തിന് മുന്നേ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലേ? ഇപ്പോഴേ അത് കഴിച്ചാലേ ഓണം ആകുമ്പോൾ തരുമ്പോൾ പറയുമോ വലിയ ടേസ്റ്റ് ഇല്ലെന്ന് പറയും. കുറച്ച് ദിവസം കൂടി കഴിക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് വരും. എന്നാൽ ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കാം, എന്നിട്ട് അല്ല ഓണത്തിന് അടപ്രഥമൻ ഉണ്ടാക്കാം, എന്നിട്ട് ഇപ്പം ഇതുപോലെ വല്ല പാൽപ്പായസം ഉണ്ടാക്കാം. ഇന്ന് വേണ്ട, നാളെ ആവേ. കുഞ്ഞിക്കിളിയോട് ദാമിയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ ഉണ്ടാക്കി തരണം. അപ്പോൾ അരപ്പൊക്കെ അരച്ച് വെച്ചു. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ അതേ വെളിച്ചെണ്ണയൊക്കെ ചൂടായി നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കുറച്ച് ഉഴുന്ന്. അതെ, പേര് മറന്നു പോവാണല്ലോ ഇതിൻ്റെ എല്ലാം. ഈ ഉഴുന്ന മുളകൊക്കെ ലേശം മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പെട്ടെന്ന് മൂത്തോളും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അറിയുന്നോ? ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പം അരച്ച് കഴിഞ്ഞാൽ അത് ചേർക്കണം. ഇനി അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർക്കണം. ഇതും ചേർക്കാനല്ല, അതല്ലേ പറഞ്ഞേ കൂട്ടുകാർക്ക് ഏറെ തേങ്ങ വേണം. അത് അരച്ചത്, ഇത് വറുത്ത തേങ്ങ. അതെ, തേങ്ങക്കറിയല്ലേ? അതാ ഇത്ര ഇഷ്ടം. എന്നിട്ട് ഈ തേങ്ങ പോരെന്നാ പറയുന്നത്? അതിനുവെച്ചാൽ കൂട്ടുകറിക്ക് ഏറെ തേങ്ങ വേണം. അല്ല, ചോദിച്ചു നോക്ക് അറിയാവുന്നവരോടൊക്കെ. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ തേങ്ങ വറുത്ത് വരാൻ ഇത്തിരി സമയം എടുക്കും. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ, സൂര്യയുടെ അവിടെ എനിക്കറിയത്തില്ല, ഞങ്ങളുടെ അവിടെയൊക്കെ മിറ്റവും പറമ്പും ഒക്കെ ഇഷ്ടം പോലാണല്ലോ. അപ്പോൾ അത് അടുത്ത വീട്ടിലെ കയ്യാലയിൽ വരെ കാട് പറിക്കണം ഓണം ആകുമ്പോഴത്തേനും. ഒരു പണിയാണ്, 2 ആഴ്ചത്തെ പണിയാണ് കാട് പറിക്കുക തന്നെ. മുറ്റത്തെ കാട് പറിക്കണം, കയ്യാലയിലെ കാട് പറിക്കണം, മുറ്റം തെളിക്കണം, ഊഞ്ഞാൽ കെട്ടണം, ഊഞ്ഞാലാടണം. എനിക്ക് പിന്നെ ഇച്ചിരി മിറ്റമുള്ളായിരുന്നു, അതെന്താ തൂത്ത് വൃത്തിയാക്കിയിട്ട അന്നു പറിക്കാനുള്ള കാട് പോലും ഇല്ല. ഇത് ഞാൻ ഓർക്കുന്നത് റോഡിൻ്റെ സൈഡിൽ വീടും ഇപ്പുറത്തെ സൈഡിൽ മറ്റേ അപ്പുറത്തെ വീട്ടുകാരുടെ മതിലില്ല കയ്യാലയാണല്ലോ അന്നൊക്കെ കേട്ടുന്നത്. അപ്പോൾ ആ കയ്യാലയിലെല്ലാം കാട് നിൽക്കുമല്ലോ. അപ്പോൾ അത് ഓണം ആകുമ്പോഴത്തേനും അതെല്ലാം മൊത്തം പറപ്പിക്കും, ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ പറപ്പിക്കും. ചിറ്റേര് തന്നെ അടുത്തടുത്ത് തൊട്ടടുത്ത് വീടുകളാണ്. അത് എറണാകുളം ആയതുകൊണ്ട് പിന്നെ അധികം മിറ്റവും ഇല്ല. മിറ്റമില്ല, പിന്നെ കുറെ മതിൽക്കെട്ടുകളാവുള്ളത്. അതല്ല, വീട്ടില് പൈപ്പ് തുറന്ന് ടാങ്ക് നിറഞ്ഞ അപ്പുറത്തെ വീട്ടില് അവർ ഓടിപ്പോയി നോക്കി അവരുടെ ടാങ്കാണെന്ന് അറിയുന്നത്. അത്രയും മുട്ടിയല്ലേ. ഇപ്പോഴെല്ലാവരും കടയിൽ പോയി പൂ മേടിച്ചോണ്ട് വന്നല്ലേ അത്തപ്പൂ ഇടുന്നത്. നമ്മള് രാവിലെ പോയി മേടിച്ചായിരുന്നു. പണ്ട് ഞങ്ങളൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഞങ്ങളൊക്കെ വെളുപ്പിനെ എണീറ്റ് കുളിച്ച് കൊട്ടയായിട്ട് പോവാ അടുത്ത വീട്ടിൽ കൂടെ എല്ലാം പൂ പറിക്കാൻ. ചെമ്പരത്തിയും ചെത്തിയും മന്ദാരവും എല്ലാം അങ്ങനെ പോയി പറിച്ചോണ്ട് വന്നിട്ടാണ് അത്തപ്പൂ ഇടുന്നത്. അതൊക്കെ ഒരു നല്ല കാലമായിരുന്നല്ലേ. അതെ, ഇപ്പൊ പൂ പറിക്കാൻ പിള്ളേരോട് പറഞ്ഞാൽ ഓർഡർ ചെയ്യാൻ. അതെ,
രാമക്കുട്ടിക്ക് ഓണത്തോടനുബന്ധിച്ച് സ്കൂളിൽ മലയാളി മംഗ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട് അല്ലേ? എന്നാ ചെയ്യും? എങ്ങനെ ഇങ്ങോട്ട് കാണിച്ച് എങ്ങനെ? ഓ പ്രാക്ടീസ് ആയിരുന്നു ഇന്നലെ. ഒരു ദിവസം മതിയോ? എന്താണ് സ്കൂൾ ആ രാമക്കുട്ടി പറഞ്ഞതേ സ്കൂൾ മാഗസിൻ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്കൂൾ മാഗസിൻ ഇതില് കുഞ്ഞിക്കിളി എഴുതിയ ഒരു കഥയല്ല, കുഞ്ഞിക്കിളി വെക്കേഷന് പോയ കഥയുണ്ട് ഇതില്. അതെ, ഓട്ടോബയോഗ്രഫി പോലെ അതുണ്ടോ? എന്റെ അവധിക്കാലം. 2 അവധിക്കാലത്തിന്റെ ഉണ്ടല്ലേ? അതെ അതെ അതെ. ഇപ്രാവശ്യം അതെ അതെ അതെ. ഇത് ലഡാക്കിന് പോയതാണോ? ഇല്ല, ലഡാക്കിന് പോയതും മേഘാലയക്ക് പോയതും. അടിപൊളി, നല്ല കഥയാട്ടോ. അതെ, ഈ വർഷം മേഘാലയക്കല്ല, ഏറ്റവും ആദ്യം ലോറിയിൽ മേഘാലയക്ക് പോയത്. ഞാനും മുത്തും കുഞ്ഞിക്കിളിയും ചേട്ടായും കൂടെ പോയതല്ലേ? അതെ അതെ ശരിയാ. ഞാൻ അന്നില്ലായിരുന്നു, ഇപ്പൊ ഈടെ നമ്മൾ പോയപ്പോ ഉണ്ടായിരുന്നു. ലക്നൗ. അതെ അതെ. അതില് കുഞ്ഞിക്കിളി മറ്റേ ആ വനത്തിൽ കൂടി പോയില്ലേ, ഞാൻ ചേച്ചിയുടെ കൂടെ പോയ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ പക്ഷെ അന്നേരം ഓർത്ത് എടുത്തു വരുമ്പോഴത്തേനും ചിലത് വിട്ടുപോകും. പിന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഈ കല്യാണ ആൽബം ഒക്കെ കണ്ടിട്ടേ നമ്മള് പിള്ളേര് കല്യാണത്തിനില്ലായിരുന്നു അച്ഛന്റെ അമ്മയുടെയും പറയുന്നല്ലേ ദാമി, ഞാനില്ലായിരുന്നു ഒന്ന്. ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ. അതെ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നടുക്കൊരു ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇത്തിരി ജീരകം കൂടെ ഇടാം. ഇപ്പം നടുക്കുന്ന് ഇങ്ങനെ പോരുമല്ലോ. അത് നടക്കുന്നു പോന്നു. ആ ശകലം മതി. മുമ്പേ നമ്മൾ ജീരകം അരച്ച് ചേർത്തിട്ടുണ്ട്, ഇത് കുറച്ച് മതി. അപ്പോൾ അതെ, തേങ്ങയൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ വിസിലിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തോന്നറിയണ്ടേ? നല്ല എല്ലാ കഷ്ണവും വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി വേകാത്ത ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ചേനയാണ്. നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പൊക്കെ ഇട്ടിട്ട് ഇരുന്ന് ഒന്നുകൂടെ കഷ്ണത്തിൽ ഈ അരപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പത്തേക്ക് വെള്ളം പറ്റുമോ? അന്നത്തേന് വെള്ളവും പറ്റിക്കോളും. നമുക്ക് വേണമെങ്കിൽ ഈ പച്ചക്കറി എല്ലാം ഒന്നും ഇങ്ങനെ ചേർക്കാതെ കടലയും ചേനയും വാഴക്കയും കൂടി ഇട്ടും കൂട്ടുകറി വെക്കാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ പരിപ്പൊക്കെ ചേർക്കാറുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങളെ ചേർക്കാറുള്ളൂ. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അവിയൽ വെക്കുന്ന തന്നെ എന്തേരം ഡിഫറെന്റ് ആയിട്ടാണ്. അവിയല് അതറിയോ, ഇച്ചിരി ലൂസായിട്ടായിരിക്കും. അവിയൽ, സാമ്പാർ ഒക്കെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതെ, അതെ. നമുക്ക് എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരണം, ഓരോ ഷെഫുമാരെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിക്കണം. അപ്പോൾ അറിയാമല്ലോ, വ്യത്യാസം അറിയാം. അതെ, അരപ്പൊക്കെ നല്ല ചൂടായി റെഡിയായി, കഷ്ണങ്ങളൊക്കെ വെന്തു. നമുക്കിനി ഇതൊരു ചട്ടിക്കകത്തേക്ക് ഇടാം. ഇതിനകത്ത് വേണേലും വെച്ച് ചേർക്കാം കേട്ടോ എല്ലാം കൂടെ. ഇപ്പം കുക്കർ ചെറുതായതുകൊണ്ട് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയെല്ലാം കൂടെ. അപ്പോൾ ഉഴുന്നും വറ്റൽമുളകും തേങ്ങയും ഇച്ചിരി ജീരകവും എല്ലാം കൂടെ വറുത്ത് നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡിയാവും. ഒഴിക്കാം. ഇതൊന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ അതേ കറിവേപ്പിലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ലേശം പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പോരെ? കുറച്ചൊന്നും ആക്കണ്ട, നല്ലപോലെ കഴിച്ചു വേണമെങ്കിൽ അല്ലേ. ഓണസദ്യക്കുള്ള കൂട്ടുകറി ആയി കേട്ടല്ലോ. കുറച്ച് മതി. അപ്പോൾ വല്ല ബിരിയാണി ആയിരുന്നെങ്കിൽ എല്ലാം ജാലവിനാനെ രാമക്കുട്ടി മേടിക്കുക അല്ലേ? അതെ, കൊച്ചിന് കൊടുത്തേ, കൊച്ചു കഴിച്ചോളും. ആണോ? അല്ലേ? ടേസ്റ്റ് ഉണ്ട്. പിന്നെ ടേസ്റ്റിലാണോ ഞങ്ങൾ ഉണ്ടാക്കിയത് അല്ലേ? അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സദ്യക്ക് കിട്ടുന്നതിനേക്കാളും കൊള്ളാം. താങ്ക് യു. ചൂടാക്കി ഇങ്ങനെ ചുമ്മാ കഴിക്കുന്ന ഇഷ്ടം. എനിക്കും അതെ അല്ലേ? ഞാൻ സദ്യക്ക് വിളമ്പോ ഇത് ആദ്യം മാറ്റിത്തരും, എന്നിട്ട് ആക്കി കൊണ്ടോളൂ. ഞാൻ പൊതുവെ സദ്യക്ക് ഇട്ട് കഴിക്കത്തില്ല. എനിക്ക് തേങ്ങ കാണുമ്പോ കഴിക്കാൻ തോന്നത്തില്ല. അത് ചൂടാ. അല്ലല്ലേ? അല്ലോ, ഈ ചേനയ്ക്കൊക്കെ ഇച്ചിരി കൂടെ പൊടിയുള്ളതായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആണ്. ചേനയും ഈ മത്തങ്ങയും ഒക്കെ. എടോ ഞാൻ തിന്നട്ടെ, ഇത് എനിക്കും തരത്തില്ല. ചൂട്. കുഞ്ഞിക്കണ്ണൻ ട്യൂഷന് പോയേക്കുവാ. കുഞ്ഞിക്കണ്ണൻ ഈ കറികളൊക്കെ ഇഷ്ടമാണ്. അതെ, അവൻ കഴിച്ചോളും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇതിനോട്. അപ്പോൾ നമുക്കിനി ഓണത്തിന് അടിപൊളി ഒരു ഓണസദ്യ ഉണ്ടാക്കാം അല്ലേ? അപ്പം പുതിയ വീടായിട്ട് വീണ്ടും കാണാം.